Today's topic, ozone. Preparation and properties of ozone. What is ozone? It is a triatomic form of oxygen. സാധാരണ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഓക്സിജൻ ഡയറ്റോമിക് മോളിക്യൂൾ ആണെന്ന്. പക്ഷേ O3 ഫോം, ട്രയറ്റോമിക് ഫോം ഓഫ് ഓക്സിജൻ ഈസ് നോൺ ആസ് ഓസോൺ. Preparation of ozone. Ozone is prepared by passing silent electric discharge. Electric discharge through pure dry dioxygen. അപ്പോൾ ഓക്സിജൻ മോളിക്യൂളിനകത്തോട്ട് സൈലന്റ് ഇലക്ട്രിക് ഡിസ്ചാർജ് പാസ് ചെയ്യുക. അപ്പോൾ O2 മോളിക്യൂൾ ഡീകമ്പോസ് ചെയ്യും, എന്നിട്ട് നേഴ്സന്റ് ഓക്സിജൻ ആയിട്ട് മാറും. അതായത് അറ്റോമിക് സ്റ്റേറ്റിലുള്ള ഓക്സിജനെയാണ് നമ്മൾ നേഴ്സന്റ് ഓക്സിജൻ എന്ന് വിളിക്കുന്നത്. ഈ നേഴ്സന്റ് ഓക്സിജൻ വീണ്ടും എന്തുമായിട്ട് കമ്പൈൻ ചെയ്യും? ഓക്സിജൻ മോളിക്യൂളുമായിട്ട് കമ്പൈൻ ചെയ്യും. എന്നിട്ട് ഇത് എന്തായിട്ട് മാറും? ഓസോൺ ആയിട്ട് മാറും. അപ്പൊ എങ്ങനെയായിരുന്നു പ്രിപ്പറേഷൻ ഓഫ് ഓസോൺ എന്ന് പറയുന്നത്? വെൻ സൈലന്റ് ഇലക്ട്രിക് ഡിസ്ചാർജ് ഈസ് പാസ്ഡ് ത്രൂ പ്യുവർ dry diatomic oxygen or dioxygen to form ozone. ഇനി ഈ റിയാക്ഷൻ ഇറിവേഴ്സിബിൾ ആണ്. ഈ ഫോം ചെയ്യുന്ന ഓസോൺ പെട്ടെന്ന് തന്നെ ഡിസോസിയേറ്റ് ചെയ്ത് എന്തായിട്ട് മാറും? O2-ഉം ഓക്സിജനുമായിട്ട് ചേഞ്ച് ചെയ്യും. അപ്പം ദിസ് പ്രോസസ് ഈസ് ആൻ ഇറിവേഴ്സിബിൾ പ്രോസസ്. Then ozone act as a powerful oxidizing agent. Ozone എന്ന് പറയുമ്പോൾ നമ്മുടെ ഇൻഡസ്ട്രീസിലൊക്കെ ഒരു സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജന്റ് ആണ്. ഇതിനുള്ള റീസൺ എന്ന് പറഞ്ഞാല് ബിക്കോസ് ഓസോൺ ഈസ് ആൻ അൺസ്റ്റേബിൾ കോമ്പൗണ്ട്. ഇറ്റ് ഡിസോസിയേറ്റ് ടു ഫോം നേഴ്സന്റ് ഓക്സിജൻ. ദിസ് നേഴ്സന്റ് ഓക്സിജൻ ആക്ട് ആസ് ആൻ ഓക്സിഡൈസിങ് ഏജന്റ്. നമ്മൾ പറഞ്ഞു ഓസോൺ അൺസ്റ്റേബിൾ ആണ്. ഇത് പെട്ടെന്ന് ഡിസോസിയേറ്റ് ചെയ്ത് എന്തായിട്ട് മാറും? O2-ഉം നേഴ്സന്റ് ഓക്സിജൻ. നേഴ്സന്റ് ഓക്സിജൻ എന്ന് പറഞ്ഞാൽ ഓക്സിജൻ ഇൻ അറ്റോമിക് സ്റ്റേറ്റ്, ഒന്നുമായിട്ട് കമ്പൈൻ ചെയ്യാതെ ഓക്സിജൻ ആറ്റമായിട്ട് നിൽക്കുന്നതിനെയാണ് നേഴ്സന്റ് ഓക്സിജൻ എന്ന് പറയുന്നത്. ഇത് ഹൈലി റിയാക്റ്റീവ് ആണ്, കാരണം ഇത് ഒറ്റയ്ക്ക് നിൽക്കുന്നത് അൺസ്റ്റേബിൾ ആണ്. അപ്പൊ ഇതിന്റെ ടെൻഡൻസി പെട്ടെന്ന് മറ്റുള്ളതുമായിട്ട് കമ്പൈൻ ചെയ്യാനാ. ആ നേഴ്സന്റ് ഓക്സിജൻ ഫോം ചെയ്യുന്നത് കൊണ്ടാണ് ഓസോൺ എന്തായിട്ട് ആക്ട് ചെയ്യുന്നത്? പവർഫുൾ ഓക്സിഡൈസിങ് ഏജന്റ്. ഒരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. ഓസോൺ ഈസ് എ പവർഫുൾ ഓക്സിഡൈസിങ് ഏജന്റ്. ഗീവ് റീസൺ എന്ന് പറഞ്ഞ് എക്സാമിന് ചോദിക്കും. അപ്പൊ എങ്ങനെ നമുക്ക് ആൻസർ എഴുതാം? ഓസോൺ ഈസ് എ പവർഫുൾ ഓക്സിഡൈസിങ് ഏജന്റ്. റീസൺ എന്തായിരുന്നു? ബിക്കോസ് ഓസോൺ ഈസ് ആൻ അൺസ്റ്റേബിൾ മോളിക്യൂൾ. സോ ഇറ്റ് ഡീകമ്പോസസ് ടു ഫോം nascent oxygen. This nascent oxygen act as powerful oxidizing agent. O3 molecule എന്ന് പറയുന്നത് unstable ആണ്. So it decomposes to form O2 and nascent oxygen. Oxygen in atomic state. This nascent oxygen ആണ് എന്തായിട്ട് ആക്ട് ചെയ്യുന്നത്? Act as oxidizing agent. നെക്സ്റ്റ്, ഓക്സിഡൈസിംഗ് പ്രോപ്പർട്ടി ഓഫ് ഓസോൺ. ഓസോണിന്റെ ഓക്സിഡൈസിംഗ് പ്രോപ്പർട്ടിക്ക് ഒരു 2 എക്സാമ്പിൾ നമുക്ക് പഠിക്കാനുണ്ട്. അതാണ് പറയാൻ പോകുന്നത്. ഫസ്റ്റ് വൺ, ഓസോൺ ഓക്സിഡൈസസ് ലെഡ് സൾഫൈഡ് ടു ലെഡ് സൾഫേറ്റ്. അപ്പൊ ഓസോൺ ലെഡ് സൾഫൈഡിനെ എന്താക്കി ചേഞ്ച് ചെയ്യും? ലെഡ് സൾഫേറ്റ്. ഇപ്പം PbS എന്തുമായിട്ട് കമ്പൈൻ ചെയ്യുക? O3 കമ്പൈൻ ചെയ്യുക. നമ്മൾ പറഞ്ഞു ഓസോൺ ഡീകമ്പോസ് ചെയ്യുമ്പോൾ എന്തായിട്ട് മാറും? O2-ഉം നേഴ്സന്റ് ഓക്സിജനും. ഈ നേഴ്സന്റ് ഓക്സിജൻ എന്തുമായിട്ട് കമ്പൈൻ ചെയ്തത്? PbS-ഉമായിട്ട് കമ്പൈൻ ചെയ്യുന്നത്. അപ്പം O3 ഡീകമ്പോസ് ചെയ്തിപ്പോ എന്തൊക്കെയായിട്ട് മാറി? O2-ഉം നേഴ്സന്റ് ഓക്സിജനുമായിട്ട് മാറി. ഈ O2 റിയാക്ഷനിലൊന്നും പാർട്ടിസിപ്പേറ്റ് ചെയ്യത്തില്ല. അപ്പൊ നമുക്ക് കിട്ടുന്ന ഒരു പ്രോഡക്റ്റ് എന്തായിരിക്കും? O2. ഇനി PbS നേഴ്സന്റ് ഓക്സിജനുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് എന്തായിട്ട് മാറും? PbSO4. PbSO4. ഒരു ഓസോൺ മോളിക്യൂളിന് ഒരു ഓക്സിജനെ കൊടുക്കാനുള്ള കഴിവുള്ളൂ. PbSO4 ആയിട്ട് മാറണമെങ്കിൽ എത്ര നേഴ്സന്റ് ഓക്സിജൻ വേണം? 4 നേഴ്സന്റ് ഓക്സിജൻ വേണമല്ലോ.
ഒരു ഓസോൺ മോളിക്യൂൾ ഒരു ഓക്സിജനെ കൊടുക്കും, നേസന്റ് ഓക്സിജന്. അങ്ങനെയാണെങ്കിൽ എത്ര ഓസോൺ മോളിക്യൂൾ 4 ഓക്സിജൻ ആറ്റത്തിനെ പ്രൊഡ്യൂസ് ചെയ്യും? 4 ഓസോൺ വേണമല്ലോ. 1 O3 molecule decomposes to form O2 and 1 nascent oxygen. So 4 ozone molecule dissociate to form 4 O2 and 4 nascent oxygen. This 4 nascent oxygen atom combines with the lead sulfide to form lead sulfate. അങ്ങനെയാണെങ്കിൽ ഈ ഇക്വേഷൻ നമുക്ക് എങ്ങനെയായിരിക്കും കിട്ടുന്നത്? PbS എത്ര ഓസോണുമായിട്ട് കമ്പൈൻ ചെയ്തു? 4O3. അപ്പൊ എത്ര O2 പ്രൊഡ്യൂസ് ചെയ്തു? 4O2 പ്രൊഡ്യൂസ് ചെയ്തു. നെക്സ്റ്റ് ഓക്സിഡൈസിംഗ് പ്രോപ്പർട്ടി, അയഡൈഡ് ടു അയോഡിൻ. അയഡൈഡിനെ ഇതെന്താക്കി ചേഞ്ച് ചെയ്യും? അയോഡിനാക്കി മാറ്റും. നമുക്ക് നോക്കാം റിയാക്ഷൻ എങ്ങനെയാണെന്ന്. അപ്പൊ I- റിയാക്ഷനിലുണ്ട്. പ്ലസ് എന്തുമായിട്ടാണ് ഇത് കമ്പൈൻ ചെയ്യുന്നത്, റിയാക്ട് ചെയ്യുന്നത്? ഓസോൺ. ഈ റിയാക്ഷൻ നടക്കുന്നത് വാട്ടറിന്റെ പ്രസൻസിലാണ്. അപ്പൊ നമ്മൾ പഠിച്ചതനുസരിച്ച് ഓസോൺ ഡിസോസിയേറ്റ് ചെയ്തിട്ട് എന്തായിട്ട് മാറും? O2-ഉം നേസന്റ് ഓക്സിജനുമായിട്ട് മാറും. അപ്പൊ നമുക്ക് കിട്ടുന്ന ഒരു പ്രോഡക്റ്റ് എന്താണ്? O2. ഈ O2 റിയാക്ഷനിൽ ഒന്നും വരുന്നില്ല. അപ്പൊ നമുക്ക് കിട്ടുന്ന ഒരു പ്രോഡക്റ്റ് O2 പ്ലസ് I- ഓക്സിഡേഷൻ നടന്ന് എന്തായിട്ട് മാറുമെന്ന് നമ്മൾ പഠിച്ചു? I2. അപ്പം I- എന്തായിട്ട് ചേഞ്ച് ചെയ്തു? I2. ഈ I- എങ്ങനെയാണ് I2 ആയിട്ട് ചേഞ്ച് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ആദ്യമേ I- ഓക്സിഡേഷൻ ആണ് നടക്കുന്നത്. ഓക്സിഡേഷൻ മീൻസ് ലോസ് ഓഫ് ഇലക്ട്രോൺ. I- എന്ന് പറയുമ്പോൾ എക്സ്ട്രാ ഒരു ഇലക്ട്രോൺ ഉണ്ട്. ഈ ഒരു ഇലക്ട്രോണിനെ ഇതങ്ങ് കളയും. അപ്പൊ ഇത് എന്തായിട്ട് മാറി? I ആയിട്ട് മാറിയല്ലോ. പ്ലസ് ഒരു ഇലക്ട്രോൺ ഇതിൽ നിന്നങ്ങ് പോയി. നമുക്ക് കിട്ടേണ്ടത് I2 ആ. അപ്പൊ എത്ര I- റിയാക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം? 2 I- വേണമല്ലോ. ഇതുപോലെ വേറെ ഒരു I- ഒരു ഇലക്ട്രോണിനെ കളഞ്ഞിട്ട് എന്തായിട്ട് മാറും? I ആയിട്ട് മാറും. ഈ 2 അയോഡിൻ കമ്പൈൻ ചെയ്താണ് എന്തായിട്ട് മാറുന്നത്? I2 ആയിട്ട് മാറിയത്. അപ്പൊ റിയാക്ഷൻ എങ്ങനെയായിരുന്നു? 2I-, 2 I-, 2 ഇലക്ട്രോണിനെ കളഞ്ഞു. ഒരു I- ഒരു ഇലക്ട്രോൺ. അങ്ങനെ 2 I- ആകുമ്പോൾ ടോട്ടൽ എത്ര ഇലക്ട്രോൺ ഫോം ചെയ്യും? 2 ഇലക്ട്രോൺസ്. എന്നിട്ട് I ആയിട്ട് ചേഞ്ച് ചെയ്യുമായിരുന്നു. 2 I കമ്പൈൻ ചെയ്ത് എന്തായിട്ട് മാറി? I2 ആയിട്ട് മാറി. ഇനി ഈ H2O എന്ന് പറയുന്നത് H-ഉം OH-ഉം ആയിട്ടാണ് നിൽക്കുന്നത്. ഇനി ഇവിടെ ഒരു നേസന്റ് ഓക്സിജൻ ഉണ്ടല്ലോ. ഈ നേസന്റ് ഓക്സിജൻ ഈ ഹൈഡ്രജനുമായിട്ട് കമ്പൈൻ ചെയ്യും. അപ്പൊ ഇത് എന്തായിട്ട് മാറി? ഒരു OH ഇവിടെ ഓൾറെഡി ഉണ്ട്. ഈ നേസന്റ് ഓക്സിജനും ഹൈഡ്രജനൂടെ കമ്പൈൻ ചെയ്യുമ്പോൾ 2 OH ആയിട്ട് മാറും. ഈ 2 OH ഈ 2 ഇലക്ട്രോൺസിനെ ഗെയിൻ ചെയ്യും. അന്നേരം ഇത് എന്തായിട്ട് ചേഞ്ച് ചെയ്യും? 2 OH- ആയിട്ട് മാറുമല്ലോ. 1 OH gains 1 electron to form 1 OH-. അങ്ങനെയാണെങ്കിൽ 2 OH gains 2 electrons to form 2 OH-. അപ്പൊ നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് ആണ് O2 I2 പ്ലസ് 2 OH-. റിയാക്ഷൻ ഒന്നുകൂടെ പറയാം. I- അയഡൈഡ് ഓസോണുമായിട്ട് റിയാക്ട് ചെയ്യുക ഇൻ ദ പ്രസൻസ് ഓഫ് വാട്ടർ. നമുക്ക് കിട്ടുന്നത് O2 I2 ആൻഡ് 2 OH-. കംപ്ലീറ്റ് ദ ഫോളോയിങ് ഇക്വേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് ഇത്രയും പാർട്ട് തരും. 2I- പ്ലസ് O3 പ്ലസ് H2O എന്ന് തരും. ബാക്കി പാർട്ട് കംപ്ലീറ്റ് ചെയ്യാനാ ചോദിക്കുന്നത്. അപ്പൊ ഓർത്തോണ I- ഓക്സിഡേഷൻ നടന്ന് എന്തായിട്ട് മാറി? I2. ഇനി റിയാക്ഷൻ ഓസോൺ ഡീകമ്പോസ് ചെയ്ത് O2-ഉം നേസന്റ് ഓക്സിജനുമായിട്ട് മാറും. ഈ O2-ന് ഒരു ചേഞ്ചും വരത്തില്ല. അപ്പൊ നമുക്ക് കിട്ടുന്ന ഒരു പ്രോഡക്റ്റ് O2 ആയിരുന്നല്ലോ. ഇനി I- ഓക്സിഡേഷൻ നടക്കുന്നത്. ഓക്സിഡേഷൻ എന്ന് പറഞ്ഞാല് ഇലക്ട്രോണിനെ നഷ്ടപ്പെടുക. ഒരു I- ഒരു ഇലക്ട്രോണിനെ നഷ്ടപ്പെട്ട് എന്തായിട്ട് മാറി? I ആയിട്ട് മാറി. നമുക്ക് I2 ആ കിട്ടേണ്ടത്. അപ്പൊ എത്ര I- വേണം? 2I-. അടുത്ത ഒരു I- ഇലക്ട്രോണിനെ നഷ്ടപ്പെട്ട് I ആയിട്ട് മാറി. ഈ 2 I-യും കൂടെ കമ്പൈൻ ചെയ്ത് I2 ആയിട്ട് മാറി. ഇനി O3 ഡിസോസിയേറ്റ് ചെയ്ത നേസന്റ് ഓക്സിജനും വാട്ടറിലെ ഒരു ഹൈഡ്രജനും കൂടെ കമ്പൈൻ ചെയ്യും. വാട്ടർ എന്ന് പറയുന്നത് H-ഉം OH ആണ്.
ഈ എച്ചും നേഴ്സിന്റെ ഓക്സിജനോടെ കമ്പൈൻ ചെയ്ത് OH ആയിട്ട് മാറി. അപ്പം ടോട്ടൽ 2 OH ഉണ്ട്. ഈ 2 OH 2 ഇലക്ട്രോൺസിനെ ഗെയിൻ ചെയ്തിട്ട് എന്തായിട്ട് മാറി? 2 OH മൈനസ് ആയിട്ട് മാറി. അപ്പൊ നമുക്ക് ഫൈനലി കിട്ടുന്ന പ്രോഡക്ട്സ് എന്തൊക്കെയായിരുന്നു? ഓക്സിജൻ, I2 ആൻഡ് 2 OH മൈനസ്. ഇനി ഈ റിയാക്ഷന് I- പകരം നമ്മൾ ഒരു അയഡൈഡ് എടുക്കുക, പൊട്ടാസ്യം അയഡൈഡ് എടുക്കുകയെന്ന് വെച്ചാൽ ഇത് അയോണിക് ഫോം ആയതുകൊണ്ട് അയഡൈഡിനെ നമ്മൾ I- എന്ന് എഴുതി. അതിന് പകരം നമ്മൾ പൊട്ടാസ്യം അയഡൈഡ് ആണ് എടുക്കുന്നതെന്ന് വെച്ചു. റിയാക്ട് വിത്ത് ഓസോൺ ഇൻ പ്രസൻസ് ഓഫ് വാട്ടർ ആണ്. സെയിം തന്നെയാണ് റിയാക്ഷൻ. എത്ര പൊട്ടാസ്യം അയഡൈഡ് വരും? 2 പൊട്ടാസ്യം അയഡൈഡ്. നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് എന്തൊക്കെയായിരിക്കും? O2 ഉം I2 പ്ലസ് ഇവിടെ 2 OH മൈനസ് പ്രൊഡ്യൂസ് ചെയ്യുമല്ലോ, 2 K+ ഉണ്ട്. അപ്പം 2 K+ഉം ഈ 2 OH മൈനസ് കൂടെ കമ്പൈൻ ചെയ്ത് നമുക്ക് ഫൈനലി എന്ത് കിട്ടും? 2 KOH. അപ്പൊ അയോണിക് ഫോമിൽ I- O3 പ്ലസ് H2O എന്നാ ചോദിക്കുന്നതെങ്കിൽ പ്രോഡക്റ്റ് O2 പ്ലസ് I2 പ്ലസ് 2 OH മൈനസ്. ഇനി I- പകരം പൊട്ടാസ്യം അയഡൈഡ് ആയിരുന്നതെങ്കിൽ നമ്മൾ എന്താക്കണം? KOH ആയിട്ട് മാറ്റുക. ബാക്കി സെയിം ആയിരിക്കും വരുന്നത്. നെക്സ്റ്റ്, എസ്റ്റിമേഷൻ ഓഫ് ഓസോൺ. ഇപ്പൊ ഇവിടെ ഒരു റിയാക്ഷൻ നടന്നു. പൊട്ടാസ്യം അയഡൈഡും ഓസോണും കൂടെ റിയാക്ട് ചെയ്തു. ഈ റിയാക്ഷന് വേണ്ടിയിട്ട് എന്തുമാത്രം ഓസോൺ നമ്മൾ ഉപയോഗിച്ചു, അതായത് എന്തുമാത്രം ഓസോൺ കൺസ്യൂം ചെയ്തു എന്ന് മനസ്സിലാക്കുന്നതാണ് ഈ എസ്റ്റിമേഷൻ. ഓസോണിന്റെ എസ്റ്റിമേഷൻ നമ്മൾ കണക്കാക്കുന്ന റിയാക്ഷൻ ആണ് പൊട്ടാസ്യം അയഡൈഡും ഓസോണുമായിട്ടുള്ള റിയാക്ഷൻ. അപ്പോൾ ഓസോൺ എന്തുമായിട്ട് റിയാക്ട് ചെയ്യുക? എക്സസ് പൊട്ടാസ്യം അയഡൈഡ് യൂസിങ് ബോറേറ്റ് ബഫർ. ബഫർ എന്ന് പറഞ്ഞാൽ pH ചേഞ്ച് ചെയ്യാതെ കോൺസ്റ്റന്റ് ആയിട്ട് നിർത്താൻ കഴിവുള്ള സൊല്യൂഷൻ ആണ് ബഫർ സൊല്യൂഷൻ. ഇവിടെ ഒരു ബഫർ സൊല്യൂഷൻ യൂസ് ചെയ്യുന്നുണ്ട്, ബോറേറ്റ് ബഫർ. എസ്റ്റിമേഷൻ എന്ന് പറഞ്ഞാൽ എക്സസ് പൊട്ടാസ്യം അയഡൈഡ് റിയാക്ട്സ് വിത്ത് ഓസോൺ യൂസിങ് ബോറേറ്റ് ആസ് ബഫർ സൊല്യൂഷൻ ടു ലിബറേറ്റ് അയോഡിൻ. അപ്പൊ ഈ റിയാക്ഷൻ നടക്കുമ്പോൾ എന്ത് ലിബറേറ്റ് ചെയ്യും? അയോഡിൻ. ഇനി ഈ അയോഡിനെ സോഡിയം തയോസൾഫേറ്റ് വെച്ച് നമ്മൾ ടൈട്രേറ്റ് ചെയ്യിപ്പിക്കും. എന്നിട്ട് നമുക്ക് ഇക്വേഷൻ ഒക്കെ വെച്ച് അതിന്റെ മാസ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പം എസ്റ്റിമേഷൻ ഓഫ് ഓസോൺ എന്ന് പറഞ്ഞുകൊണ്ട് ചോദിച്ചാല് when excess potassium iodide is react with the ozone using borate buffer, the iodine liberated titrated against sodium thiosulfate. In this way we can estimate the amount of ozone. ഇനി നമ്മൾ പറഞ്ഞു ഈ അയോഡിനെ സോഡിയം തയോസൾഫേറ്റ് വെച്ച് ടൈട്രേറ്റ് ചെയ്യിപ്പിക്കുക. ആ ടൈട്രേറ്റ് ചെയ്യുന്ന സോഡിയം തയോസൾഫേറ്റ് സ്റ്റാൻഡേർഡ് സോഡിയം തയോസൾഫേറ്റ് ആയിരിക്കണം. എന്ന് പറഞ്ഞാൽ അതിന്റെ നോർമാലിറ്റി നമുക്ക് അറിയാവുന്നതായിരിക്കണം. അതിന്റെ നോർമാലിറ്റി അറിയാമെങ്കിൽ മാത്രമേ നമുക്ക് ആ വാല്യൂ വെച്ച് അയോഡിന്റെ എമൗണ്ട്, അതിന്റെ മാസ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ യൂസ് ചെയ്യുന്ന സോഡിയം തയോസൾഫേറ്റ് എങ്ങനെ ആയിരിക്കണം? സ്റ്റാൻഡേർഡ് സോഡിയം തയോസൾഫേറ്റ് ആയിരിക്കണം. നെക്സ്റ്റ്, അലോട്രോപ്സ് ഓഫ് സൾഫർ. വാട്ട് ഈസ് അലോട്രോപ്പ്? എന്താണ് അലോട്രോപ്പ് എന്ന് പറഞ്ഞാല്? എലമെന്റ് എക്സിസ്റ്റ് ഇൻ ഡിഫറെന്റ് ഫോംസ് ഹാവിംഗ് സെയിം കെമിക്കൽ പ്രോപ്പർട്ടീസ് ബട്ട് ഡിഫറെന്റ് ഫിസിക്കൽ പ്രോപ്പർട്ടീസ്. ഇപ്പോൾ ഒരു എലമെന്റ് തന്നെ ഡിഫറെന്റ് ഫോമിൽ എക്സിസ്റ്റ് ചെയ്യും. ഇതിന്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഡിഫറെന്റ് ആയിരിക്കും, പക്ഷെ കെമിക്കൽ പ്രോപ്പർട്ടീസ് സെയിം ആണ്. കാരണം ഒരു എലമെന്റ്, ഏതാ സൾഫർ എടുത്താൽ സൾഫർ തന്നെയാണ് ഡിഫറെന്റ് ഫോമിൽ എക്സിസ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് അതിന്റെ കെമിക്കൽ പ്രോപ്പർട്ടീസ് സെയിം ആയിരിക്കും, പക്ഷെ അതിന്റെ സ്ട്രക്ചർ അനുസരിച്ച് ഫിസിക്കൽ പ്രോപ്പർട്ടീസിന് ചേഞ്ച് വരാം. സൾഫർ ന്യൂമറസ് അലോട്രോപിക് ഫോം ചെയ്യുന്നുണ്ട്. നമുക്ക് പഠിക്കാനുള്ള രണ്ടെണ്ണമാണ് rhombic sulfur or alpha sulfur and monoclinic sulfur and beta sulfur. These are the two allotropic form of sulfur. സൾഫറിന്റെ രണ്ട് അലോട്രോപിക് ഫോം ആണ്. ഫസ്റ്റ് വൺ rhombic sulfur, അല്ലെങ്കിൽ അതറിയപ്പെടുന്ന പേരാണ് ആൽഫ സൾഫർ. Then monoclinic sulfur, that is known as beta sulfur. Next, preparation of rhombic sulfur. അപ്പൊ റോംബിക് സൾഫറിന്റെ പ്രിപ്പറേഷൻ ആണ് നമ്മൾ ഫസ്റ്റ് പഠിക്കാൻ പോകുന്നത്. ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ഫ്രം റോൾ സൾഫർ. നമ്മുടെ സാധാരണ സൾഫർ ആണ് റോൾ സൾഫർ. ഇത് നന്നായിട്ട് പൊടിക്കണം.
എന്നിട്ട് കാർബൺ ഡൈ സൾഫൈഡിനകത്ത് ഡിസോൾവ് ചെയ്യിപ്പിക്കണം. എന്നിട്ട് കുറെ സമയം നമ്മൾ ഇതിനെ വെറുതെ വെച്ചേക്കണം. അവിടെ ഇവാബ്രേഷൻ നടക്കും. ഈ കാർബൺ ഡൈ സൾഫൈഡ് ഇവാബ്രേറ്റ് ചെയ്യും. എന്നിട്ട് ഈ സൾഫർ ഒക്ടാഹെഡ്രൽ ഷേപ്പ് ആയിട്ട് മാറും. ആ കിട്ടുന്ന ഒക്ടാഹെഡ്രൽ ക്രിസ്റ്റൽസിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? റോംബിക്. ഒക്ടാഹെഡ്രൽ ഷേപ്പ് ആണ് നമുക്ക് കിട്ടുന്നത്. അതുകൊണ്ടാണ് അതിനെ ഏത് പേരിൽ അറിയപ്പെടുന്നത്? റോംബിക് സൾഫർ. അപ്പൊ എങ്ങനെയായിരുന്നു റോംബിക് സൾഫർ പ്രിപ്പയർ ചെയ്യുന്നത്? റോൾ സൾഫറിൽ നിന്നാണ് പ്രിപ്പയർ ചെയ്യുന്നത്. ഇറ്റ് is dissolved in carbon disulfide. Then evaporate ചെയ്യിപ്പിക്കുക. We get octahedral shape of rhombic sulfur. അപ്പൊ പ്രിപ്പറേഷൻ ഓഫ് റോംബിക് സൾഫർ എന്ന് പറയുന്നത് എങ്ങനെയായിരുന്നു നമ്മൾ റോംബിക് സൾഫർ പ്രിപ്പയർ ചെയ്യുന്നത്? ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ബൈ സ്ലോലി ഇവാപറേറ്റിംഗ് ദ സൊല്യൂഷൻ ഓഫ് റോൾ സൾഫർ ഇൻ കാർബൺ ഡൈസൾഫൈഡ്. We get octahedral crystals of rhombic sulfur or alpha sulfur. Then preparation of monoclinic or beta sulfur. ഇത് പ്രിപ്പയർ ചെയ്യുന്നത് മോണോക്ലിനിക് സൾഫറിൽ നിന്നാണ്. നെക്സ്റ്റ് പ്രിപ്പറേഷൻ ഓഫ് മോണോക്ലിനിക് സൾഫർ. ഈ മോണോക്ലിനിക് സൾഫർ പ്രിപ്പയർ ചെയ്യുന്നത് റോംബിക് സൾഫർ അല്ലെങ്കിൽ ആൽഫ സൾഫറിൽ നിന്നാണ്. നമ്മള് റോംബിക് സൾഫർ ഒരു ചൈന ഡിഷിനകത്ത് എടുക്കുക. എന്നിട്ട് അതിനെ നന്നായിട്ട് പൊടിച്ചിട്ട് ഉരുക്കുക. കുറെ എന്നിട്ട് അത് നന്നായിട്ടെല്ലാം ഉരുകി കഴിയുന്നുണ്ടെങ്കിൽ ഇതിനെ തണുക്കാൻ വെക്കണം. അപ്പൊ ഇതിന്റെ മുകളിലായിട്ട് ഒരു ക്രസ്റ്റ് ഫോം ചെയ്യും. പാട പോലെ പാല് നമ്മള് നന്നായിട്ട് തിളപ്പിച്ചിട്ട് കുറെ സമയം വെക്കാമെങ്കിൽ അതിന്റെ പുറത്തൊരു പാട കിട്ടുമല്ലോ. അതേപോലെ ഈ മോൾട്ടൺ റോംബിക് സൾഫറിനെ നമ്മൾ കുറെ സമയം തണുക്കാൻ വെക്കണം. അപ്പൊ അതിന്റെ പുറത്തൊരു ക്രസ്റ്റ് ഫോം ചെയ്യും. എന്നിട്ട് നമ്മൾ അതിന്റെ മുകളിലായിട്ട് ഒരു 2-3 ഹോൾസ് ഇടുക. അപ്പം മുകളിൽ ക്രസ്റ്റ് ആണ്, താഴെ ലിക്വിഡ് ഫോമിൽ ഉരുകി റോംബിക് സൾഫർ ഉണ്ട്. അപ്പൊ ഈ താഴെയുള്ള ലിക്വിഡ് ഫോം ഈ ഹോൾസിൽ കൂടെ പുറത്തോട്ട് വരും. അങ്ങനെ പുറത്തോട്ട് വന്നു കഴിയുമ്പോൾ ഈ ക്രസ്റ്റ് നമ്മൾ അവിടെ നിന്നങ്ങ് റിമൂവ് ചെയ്യണം. എന്നിട്ട് ഇത് തണുത്തിട്ട് നമുക്ക് എന്ത് കിട്ടും? മോണോക്ലിനിക് സൾഫർ കിട്ടും. പ്രിപ്പറേഷൻ ഓഫ് മോണോക്ലിനിക് സൾഫർ. ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ഫ്രം റോംബിക് സൾഫർ. ഏതിൽ നിന്നായിരുന്നു നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്? മോണോക്ലിനിക്. പ്രിപ്പയർഡ് ഫ്രം റോംബിക് സൾഫർ. മെൽറ്റിംഗ് റോംബിക് സൾഫർ ഇൻ ചൈന ഡിഷ്. ചൈന ഡിഷിനകത്ത് എടുത്ത് അതിനെ മെൽറ്റ് ചെയ്യുക. മെൽറ്റിംഗ് റോംബിക് സൾഫർ ഇൻ ചൈന ഡിഷ്. Then the molten rhombic sulfur allowed to cool till crust is formed. Crust form ചെയ്യുന്നത് വരെ നമ്മൾ അതിനെ കൂൾ ചെയ്യണം. Then 2 holes are made in the crust. ആ ക്രസ്റ്റിൽ 2 ഹോൾ ഇടുക. ഇതിന് താഴെയുള്ള ഇത് റിമൈനിങ് ലിക്വിഡ് pour out. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഓൺ റിമൂവിങ് ദ ക്രസ്റ്റ്. അപ്പൊ താഴെയുള്ള ലിക്വിഡ് എല്ലാം പുറത്തു വന്നു കഴിയുമ്പോൾ ക്രസ്റ്റ് റിമൂവ് ചെയ്യണം. ദെൻ കൂൾ ചെയ്യുക. വി ഗെറ്റ് നീഡിൽ ഷേപ്പ്ഡ് യെല്ലോ ക്രിസ്റ്റൽസ്. ഈ നീഡിൽ ഷേപ്പ്ഡ് യെല്ലോ ക്രിസ്റ്റൽസിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? മോണോക്ലിനിക് സൾഫർ. റോംബിക് എന്ന് പറഞ്ഞാല് ഒക്ടാഹെഡ്രൽ ഷേപ്പ് ആണ്. പക്ഷെ മോണോക്ലിനിക് എന്ന് പറയുന്നത് നീഡിൽ ഷേപ്പ്ഡും ആണ്, യെല്ലോ കളറുമാണ്. നെക്സ്റ്റ് ട്രാൻസിഷൻ ടെമ്പറേച്ചർ. നമ്മൾ പറഞ്ഞു സൾഫറിന്റെ 2 അലോട്രോപിക് ഫോം ആണ് റോംബിക് സൾഫർ ആൻഡ് മോണോക്ലിനിക് സൾഫർ. ഈ റോംബിക് സൾഫർ സ്റ്റേബിൾ ആയിട്ട് നിൽക്കുന്ന ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ബിലോ 369 കെൽവിനാണ്. 369 കെൽവിന് താഴെ റോംബിക് സൾഫർ എപ്പോഴും എന്തായിരിക്കും? സ്റ്റേബിൾ ആണ്. ഈ 369 മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ ചേഞ്ചസ് ടു മോണോക്ലിനിക്. പക്ഷെ എബോവ് 369 മോണോക്ലിനിക് സ്റ്റേബിൾ ആണ്. 369 താഴോട്ട് വന്നാൽ അപ്പൊ അത് എന്തായിട്ട് ചേഞ്ച് ചെയ്യും? റോംബിക് ആയിട്ട് മാറുമല്ലോ. ചുരുക്കം പറഞ്ഞാൽ 369 കെൽവിനില് ആൽഫയും സ്റ്റേബിൾ ആണ്, ബീറ്റയും സ്റ്റേബിൾ ആണ്. ആൽഫ ആൻഡ് ബീറ്റ ആർ സ്റ്റേബിൾ. ഈ ടെമ്പറേച്ചറിനെ വിളിക്കുന്നതാണ് ട്രാൻസിഷൻ ടെമ്പറേച്ചർ. അപ്പൊ എന്താണ് ട്രാൻസിഷൻ ടെമ്പറേച്ചർ? നമ്മൾ പറഞ്ഞു സൾഫറിന്റെ 2 അലോട്രോപിക് ഫോം ആണ് റോംബിക് സൾഫറും മോണോക്ലിനിക്കും. ഓർത്തോണം 369 കെൽവിന് താഴെ റോംബിക് സൾഫർ സ്റ്റേബിൾ ആണ്. നമ്മൾ പഠിച്ചു റോംബിക്കിൽ നിന്നാണ് മോണോക്ലിനിക് പ്രിപ്പയർ ചെയ്യുന്നത്. അതിനെ ഉരുക്കണം എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ കൊടുക്കുക. അപ്പൊ 369 മുകളിലോട്ടുള്ള ടെമ്പറേച്ചറിൽ വെച്ചാണ്
ഈ ആൽഫ സൾഫർ എന്തായിട്ട് മാറുന്നത് ബീറ്റ. അപ്പം ചുരുക്കം പറഞ്ഞാൽ മോണോക്ലിനിക് സൾഫർ സ്റ്റേബിൾ ആകുന്ന ടെമ്പറേച്ചർ എന്താണ്? എബോവ് 369. ഈ 369 താഴെ വന്നു കഴിഞ്ഞാൽ മോണോക്ലിനിക് എന്തായിട്ട് ചേഞ്ച് ചെയ്യും? റോംബിക് ആയിട്ട് മാറും. 369 ഇത് രണ്ട് സ്റ്റേബിൾ ആണ്. ആൽഫ സ്റ്റേബിൾ ആണ്, ബീറ്റ സ്റ്റേബിൾ, ഒരു ചേഞ്ചും വരത്തില്ല. ഈ 369 കെൽവിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ട്രാൻസിഷൻ ടെമ്പറേച്ചർ. അപ്പൊ വാട്ട് ഈസ് ട്രാൻസിഷൻ ടെമ്പറേച്ചർ ഓഫ് സൾഫർ? At 369 Kelvin, both alpha and beta sulfur are stable. This temperature is known as transition temperature. ഓർത്തോണം, below 369 ആണെങ്കിൽ അതെന്തായിട്ട് ചേഞ്ച് ചെയ്യും? റോംബിക് ഓർ ആൽഫ. ഇത് ഓർത്താൽ മതി. മോണോക്ലിനിക് പ്രിപ്പയർ ചെയ്യുന്നത് ആൽഫ സൾഫറിൽ നിന്നാണ്. അതിനെ ഉരുക്കുക. അപ്പം ടെമ്പറേച്ചർ കൂടുതൽ വേണം. അപ്പം 369 മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ അത് എന്തായിട്ട് മാറും? മോണോക്ലിനിക്. എബോവ് 369 ആണെങ്കിൽ മോണോക്ലിനിക് സ്റ്റേബിൾ, ബിലോ വന്നു കഴിഞ്ഞാൽ റോംബിക് സൾഫർ സ്റ്റേബിൾ. 369 രണ്ട് സ്റ്റേബിൾ ആണ്. ദാറ്റ് ടെമ്പറേച്ചർ ഈസ് നോൺ ആസ് ട്രാൻസിഷൻ ടെമ്പറേച്ചർ ഓഫ് സൾഫർ.